സാധാരണ സംസ്ഥാന ബജറ്റ് വരുമ്പോൾ ജനങ്ങൾ ആശങ്കപ്പെടുന്നത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഭാരം ജനങ്ങൾക്ക് മേലുണ്ടോ, ഫീസ് വർധനയുണ്ടോ, അങ്ങനെ പലതുമാണ്. പക്ഷേ ഈ ബജറ്റ് അങ്ങനെ എന്തെങ്കിലും ഭാരത്തെക്കുറിച്ചല്ല കൂടുതൽ ചർച്ച ചെയ്യുന്നത്. പക്ഷേ എല്ലാ മേഖലകളിലും ചില പദ്ധതികൾ പ്രഖ്യാപിക്കുകയാണ്. എല്ലാ തരം ജനങ്ങളെയും ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു ബജറ്റാണെന്ന ഫീൽ ഉണ്ടാക്കുന്നുണ്ടോ? അതായത് ഒരു ബജറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 112 അനുച്ഛേദ പ്രകാരം ഒരു ഗവൺമെൻറ്, അത് കേന്ദ്ര ഗവൺമെൻറ് ആകട്ടെ, സംസ്ഥാന ഗവൺമെൻറ് ആകട്ടെ, തദ്ദേശ സ്വയംഭരണ ഗവൺമെൻറ് ആകട്ടെ, ആ ഗവൺമെൻറ്റിൻ്റെ വരവ് ചെലവ് കണക്കുകളെ പറ്റി ജനങ്ങളെ, അതുപോലെ തന്നെ ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ അറിയിക്കുക എന്ന ദൗത്യമാണ് അതുവഴി നിർവഹിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ ഈ ബജറ്റ് ഒരു ഫ്രീ ബീസ് വച്ചു നീട്ടുന്ന ബജറ്റായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം ഇതുവരെ സ്പർശിക്കാതിരുന്ന സമസ്ത മേഖലകളിൽപ്പെട്ടവരെയും സ്പർശിച്ചുകൊണ്ട് അവർക്കൊക്കെ പ്രയോജനം കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിനൊക്കെ അധികം ഒരുപാട് സ്കീംസിന് പ്രഖ്യാപിച്ചിരിക്കുന്ന തുകയാണെങ്കിൽ 2 കോടി 50 ലക്ഷം 3 കോടി ഈ തരത്തിൽ ചെറിയ തുക എന്ന് വെച്ചാൽ എലക്ഷൻ കഴിഞ്ഞ് ഏത് ഗവൺമെൻറ് ഭരണത്തിൽ വന്നാലും ഇതൊന്നും നടപ്പാക്കാനുള്ള പ്രോഗ്രാംസ് അല്ല, വെറും പ്രഖ്യാപനങ്ങൾ മാത്രമാണ് എന്ന് അതുകൊണ്ട് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ, ആ പ്രഖ്യാപനങ്ങളുടെ കൂട്ടത്തിൽ ശരി നന്നായി എന്ന് പറയാവുന്ന ചില പ്രഖ്യാപനങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ അംഗൻവാടി ടീച്ചേഴ്സിൻ്റെ ശമ്പളം, സാക്ഷരതാ മിഷൻ വർക്കേഴ്സിൻ്റെ ശമ്പളം, അതുപോലെ തന്നെ ആശാ വർക്കേഴ്സിൻ്റെ ശമ്പളം, ഇങ്ങനെ തീരെ താഴെ തട്ടിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടും ചില സഹായം വളരെ തുച്ഛമായ ശമ്പളവും വാങ്ങി ജീവിതം മുൻപോട്ട് കൊണ്ടുപോകേണ്ട ഒരു പിടി അവരുടെ ശമ്പളത്തിൽ ചെറിയ വർധനവ് വരുത്തുന്നു എന്നത് നല്ലതാണ്. കാരണം അത് നമ്മളൊക്കെ വളരെ കാലമായി ഗവൺമെൻറ്റിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ്. ആശാ പ്രവർത്തകരാണെങ്കിൽ നമുക്കറിയാം എത്രയോ കാലമായി സമരത്തിലുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ പ്രഖ്യാപനത്തിൽ ഈ ചെറിയ കാര്യങ്ങൾ എടുത്തു നീക്കിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പൊള്ളയായ പ്രഖ്യാപനങ്ങൾ തന്നെയാണെന്ന് വേണം പറയാൻ. പക്ഷെ അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഈ അതായത് വയോജന ബജറ്റ് എന്നുള്ളതാണ്. വയോജന ബജറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രസക്തി എന്താണ്? കേരളത്തിൽ അത് വളരെ പ്രസക്തമാണ്. ഇന്ത്യയുടെ പോപ്പുലേഷൻ നമുക്കൊക്കെ അറിയാം, 146 കോടി 39 ലക്ഷം, ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യ. ആ ജനസംഖ്യയിൽ ഇന്ത്യയെ സംബന്ധിച്ച് 7-8% മാത്രമാണ് 60 മുകളിൽ പ്രായമുള്ളവർ. അതായത് ആ അവസരത്തിൽ കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിലെ 60+ പ്രായത്തിലുള്ളവർ ഒരു 18-20% വരും. അത് ഇനിയും പെട്ടെന്ന് ഏജിങ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് മാത്രവുമല്ല, നമുക്കറിയാം ഈ മൈഗ്രേഷൻ മൂലം, സ്റ്റുഡൻറ്റ് മൈഗ്രേഷനും തൊഴിൽ മൈഗ്രേഷനും ഒക്കെ മൂലം ഒരുപാട് വീടുകൾ വെറുതെ അടച്ചിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ പ്രായമായ 1-2 പേർ മാത്രം താമസിക്കുന്നു. അവർക്ക് ഒരു അത്യാഹിതം സംഭവിച്ചാൽ പോലും നോക്കാൻ ആളില്ല. അത്തരം സാഹചര്യം കേരളത്തിൽ വളരെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു 60+, അതായത് വയോജനങ്ങൾക്ക് ബജറ്റ്, ആ ഒരു പേരിന് തന്നെ ഒരു പ്രസക്തിയുണ്ട്. വയോജനങ്ങളെ നമ്മൾ മുൻനിരയിൽ, അല്ലെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ നോക്കുന്നു എന്ന ഒരാശയം അവരുടെ മനസ്സിൽ തന്നെ വളരെ സന്തോഷം ജനിപ്പിക്കുന്നതാണ്. അവരുടെ പ്രായം അതുകൊണ്ട് തന്നെ കുറയ്ക്കുന്നതാണ്. പക്ഷേ ആ ബജറ്റ് ഒരു വയോജന കമ്മീഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. വയോജന കമ്മീഷന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് വെറും 50 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇതും ഈ വെറും വീൺവാക്കായി അവസാനം മാറുമോ എന്നറിഞ്ഞുകൂടാ. ഏതായാലും വയോജന ബജറ്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് നല്ലതാണ്. ആ കോൺസെപ്റ്റിനെ പറ്റി പറയുമ്പോൾ തന്നെ വേറൊരു കോൺസെപ്റ്റ് മറന്നുപോയതും പറയാതെ പറ്റില്ല. അതായത് സ്ത്രീകൾ ലോകത്ത് ചെയ്യപ്പെടുന്ന ജോലിയുടെ 2/3 ചെയ്യുന്നത് സ്ത്രീകളാണ് എന്ന് പറഞ്ഞത് ഞാനല്ല, യുണൈറ്റഡ് നേഷൻസ് ആണ്. ആ യുണൈറ്റഡ് നേഷൻസ് എന്നിട്ട് 2/3 ജോലി ചെയ്യുന്ന സ്ത്രീകൾ സ്വീകരിക്കുന്നത് 10-1 ഇൻകം മാത്രം, വരുമാനം മാത്രം, 100-1 ധനം മാത്രം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ
അവരെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയാണ് ജെൻഡർ റെസ്പോൺസീവ് ബജറ്റ് 2000 കൊണ്ടുവന്നത്. പക്ഷേ എന്നിട്ട് എല്ലാ അംഗരാജ്യങ്ങളും അവരവരുടെ ബജറ്റുകളിൽ ജെൻഡർ റെസ്പോൺസീവ് എന്ന് പറയുമ്പോൾ സ്ത്രീക്കും കുഞ്ഞുങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന അവർക്ക് മാത്രമായി മാറ്റിവെക്കുന്ന ഒരു വിഹിതം, ഒരു ബജറ്റ് വിഹിതം അത് കാണിക്കണം. അങ്ങനെ ഒരു ബജറ്റ് ഉണ്ടാകണം എന്ന് നിഷ്കർഷിച്ചിരുന്നു. 1996 ശ്രീ ചിദംബരം കേന്ദ്ര ബജറ്റിൽ അത് ജെൻഡർ റെസ്പോൺസീവ് ബജറ്റ് കൊണ്ടുവന്നു. തുടർന്ന് ഡോക്ടർ ഐസക്കൊക്കെ കേരളത്തിലെ ഐസക്ക് പിന്നെ അവതരിപ്പിച്ച ബജറ്റുകളിലൊക്കെ ജെൻഡർ റെസ്പോൺസീവ് ബജറ്റിന് പ്രാധാന്യമുണ്ടായിരുന്നു.